ഓണാഘോഷം സംഘടിപ്പിച്ചു. പൊന്മന പ്രോഗ്രസീവ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണനിലാവ് എന്ന പേരിലായിരുന്നു പരിപാടി. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പൊന്മന പ്രോഗ്രസീവ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണനിലാവ് എന്ന പേരിലായിരുന്നു പരിപാടി. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണം നമ്മുടെ മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുന്നത്, നാടാകെ ഒത്തുകൂടുന്നത്. എൻ്റെ ഒരു ഐതിഹ്യം പണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൂട്ടുകുടുംബ സങ്കല്പം, കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ആ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഉള്ള ഓണം ആഘോഷിക്കുന്നത് നമ്മുടേതായിട്ടുള്ള തനത് കലാരൂപങ്ങൾ, തിരുവാതിര അടക്കം അല്ലെങ്കിൽ നിരവധിയായതുണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർന്ന് ഒരു നാടാകെ. അത് യഥാർത്ഥത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ ആൾക്കാരുടെ കയ്യിൽ പണം വരുന്ന കർഷക സമൂഹമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പണം വരുന്ന അത് വെച്ചുകൊണ്ട് നാടിൻ്റെ ഒരു ആഘോഷമായി മാറിയ ഒരു ഐതിഹ്യമാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് അന്ന് തിരുവിതാംകൂറിലായിരുന്നു. മലബാറിലേക്ക് അവർക്ക് കൂടുതലും വിഷു ആയിരുന്നു ആഘോഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ ആകെ, മലയാളിയുടെ ആകെ ഒരു ഉത്സവമായി മാറുമ്പോൾ യഥാർത്ഥ ആശയത്തിൽ ആണോ ഇന്ന് ഓണം ആഘോഷിക്കുന്നത് എന്നെനിക്ക് എന്റേതായിട്ടുള്ള സംശയമുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് പൊന്മന നിഷാദ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഓണ സന്ദേശം നൽകി. ഇപ്പോൾ ഇവിടെ ഭക്ഷ്യ കിറ്റൊക്കെ വിതരണം ചെയ്യുന്നു. പക്ഷെ കരുനാഗപ്പള്ളി താലൂക്കിലെമ്പാട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഏതാണ്ട് ഇതിനകം 1.4 ലക്ഷത്തിലധികം ഓണസദ്യ വിവിധ ഹോട്ടലുകളിൽ നിന്ന്, ഈ കാറ്ററിംഗ് സർവീസിൽ നിന്നും ഇതിനകം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓണം വന്നത് 2 ദിവസം അടുക്കളയിൽ കിടന്ന് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിക്കേണ്ട ഒന്നല്ല. പരമാവധി റിലാക്സ് ചെയ്ത് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാം എന്ന് കരുതുന്ന ഒരവസ്ഥയിലേക്ക് മലയാളി സമൂഹം മാറിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഭീകരമായ ദിവസമായി ഓണത്തിന് തൊട്ട് പിറ്റേ ദിവസമുള്ള അവിട്ടം മാറിയിട്ടുണ്ട്. അവിട്ടത്തിന് ഇന്ന് രാവിലെയാണ് നമ്മൾ പച്ചടിയും സാമ്പാറൂടെ ഫ്രിഡ്ജിനകത്തേക്ക് തള്ളുമ്പോൾ അവിയലും തോരനും പുറത്തേക്ക് വീഴുന്നത്. നമുക്ക് കഴിക്കാൻ പാങ്ങില്ല, എങ്കിലും ഉണ്ടാക്കി വെച്ചതാണ്. എന്തുകൊണ്ടാണ് ഓണം ഇക്കൂട്ടത്തിലിരിക്കുന്ന 25 വയസ്സ് താണ്ടി അതിനപ്പുറമുള്ള എല്ലാവർക്കും ഓണം എന്തുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടതായത്? ഓണം പ്രിയപ്പെട്ടതായത് മഹാബലി വാമനെ ചവിട്ടി താഴ്ത്തത് കൊണ്ടോ? നമുക്കൊരു കാരണം വേണം പറഞ്ഞു നിൽക്കാൻ. മഹാബലി എല്ലാ വർഷവും പാതാളത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കേരളത്തിലെ ആളുകളെല്ലാം കാണാമെന്നോ എന്ന് കരുതിയതുകൊണ്ടല്ല. വയറ് നിറച്ചൊന്നുണ്ണാൻ, ആ ഊണിന്റെ ഏറ്റവും അവസാനം മുതൽ മധുരം കഴിക്കാൻ, ഒരു തൂശനിലയിൽ 21 കൂട്ടം കറികളും വിളമ്പി ഭക്ഷണം കഴിക്കാൻ മലയാളിക്ക് സാധ്യമായ ഒരു ദിവസത്തിന്റെ പേര് ഓണം എന്നായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ഐ ജയലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അയറിൻ മോഹനകുമാർ, കെ ഹൃദയകുമാർ, പന്മന തുളസി, ടി ബിജു, ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ഓണവിളംബരം അറിയിച്ച് കരടികളെയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചവറ.